ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിതിരെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെ അടുത്തൊരു അമ്പലമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ. അപ്പോൾ ഇന്നും നാളെയുണ്ട് ഉത്സവം. അപ്പോൾ വാവാച്ചാണെങ്കിൽ അമ്പലപ്പറമ്പിലേക്ക് ഓടിക്കുന്നുണ്ട് ഗൈസ്. തൊട്ടടുത്ത് തന്നെയാണ്, രക്ഷയില്ല കൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാവാച്ചിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് കാരണം അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദേ ഉച്ചയായപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ദേ വാവാച്ചിയും നമ്മുടെ നന്ദുകൂട്ടനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫസ്റ്റത്തെ ദിവസമാണ്. ഞാൻ ഫസ്റ്റത്തെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോസ് ഒരുമിച്ചാണ് കേട്ടോ ഇടണത്. അപ്പോൾ ദേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. വാവാച്ചി ഇതേ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അവൾ നേരത്തെ എണീറ്റതുകൊണ്ട് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് കിടന്ന ആൾ ഉറങ്ങിപ്പോയി. കൂടെ ഞങ്ങളും കിടന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഫാൻ ഇട്ടിട്ടും വേർത്തൊലിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അതേരം കൊണ്ട് എനിക്ക് അധികം നേരം കിടക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മതേ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ചായ അധികം കുടിക്കാറില്ല. അപ്പോൾ വാവാച്ചിനെ വിളിച്ചിട്ട് അവൾ എനിക്കുന്നില്ല ഗൈസ്. കണ്ട ആൾ ഒരേ രീതിയിലൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പൻ ദേ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പൂപ്പൻ ഒട്ടും വയ്യ ഗൈസ്. അതുകൊണ്ട് അപ്പൂപ്പൻ അമ്പലത്തിലേക്ക് പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ദേ വാവാച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം നേരം ഉറങ്ങിയാൽ ശരിയാവില്ല. കാരണം വേറൊന്നുമില്ല, രാത്രി അവൾ ഉറക്കില്ല ഗൈസ്. ആരെയും ഉറക്കില്ല. അവളിങ്ങനെ കളിച്ച് നടക്കും. അപ്പോൾ നമുക്കും കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. അതേരം കൊണ്ട് ഞാൻ ദേ ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിയാൽ അമ്പലത്തിൽ പോകാൻ പറ്റുമോ? കാലത്തിന് കളിപ്പത്തോളം ഉറങ്ങണ്ട, അമ്പലത്തിൽ പോണ്ടേ. വാവാച്ചിയുടെ ഉറക്കക്ഷീണം അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉറങ്ങി തീർന്ന് എണീറ്റിട്ടാണെങ്കിൽ വാശിയൊന്നും ഉണ്ടാവില്ല. ഇത് ഞാനിപ്പോൾ വിളിച്ച് എണീപ്പിച്ച അരം കൊണ്ടാണ് ആ വാശി എടുക്കണത്. അധികം നേരം ഉറങ്ങിയാലും ശരിയാവില്ലല്ലോ. അങ്ങനത്തെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നാഗത്തിന് കളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും പിന്നെ മേലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേ നാഗത്തിന് കളം തുടങ്ങി. ആടുവല്ല ആടുനാകെ ആടിത്തേ വായു എന്റെ മണവങ്കൊള്ള ശ്രീ കന്യാടി ലക്ഷ്യമ്മ കല കൊണ്ട് വമ്പരമാടി ലക്ഷ്യമ്മ പോലെ വിളയുന്നു ലക്ഷ്യമ്മ പോലെ വിളയുന്നു ലക്ഷ്യം. അങ്ങനെ ദേ രാത്രി ആയിട്ടുണ്ട്. നാഗദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ദേ ക്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേര് ദേവിനൊക്കെ തൊഴുത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളും കണ്ട് നാഗദൈവത്തിൻ്റെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും കിട്ടി. അപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ദേവാവാച്ചിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പ്രസാദം വേണമെന്നും പറഞ്ഞ് ഭയങ്കര കോടാലിയായിരുന്നു. നാഗദൈവത്തിനെ കണ്ടതിന് ശേഷം അവൾക്ക് അവിടെ നിന്ന് പ്രസാദമൊക്കെ കൊടുത്തു കേട്ടോ. വേഗം അതും കൊണ്ട് വെച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവാച്ചിക്കൊരു പ്രത്യേകതരം സ്വഭാവമാണ് ഗൈസ്. വേറൊന്നല്ല, എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഏത് നേരവും വിശപ്പായിരിക്കുള്ളൂ. അപ്പോൾ അതും കൊണ്ടുവച്ച് ആൾ സമാധാനത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ നാഗദൈവത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അന്നദാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് കാരണം ഞാനവിടെ പോയില്ല. തിരക്കൊന്നും കഴിഞ്ഞതിന് ശേഷം പോകാതെ വിചാരിച്ചു. അപ്പോഴത്തേക്കും കസാരയിട്ട് ഞാൻ ഇരിക്കുകയാണ്. എല്ലാവരും അന്നദാനം നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് അമ്പലം. എന്താ പറയുക, കുറച്ച് പേര് അവിടെ കുറച്ച് പണിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പൂജ ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണെങ്കിൽ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഉത്സവത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പം മുരുകസ്വാമിക്ക് തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
കൃഷ്ണസ്വാമിക്കൊക്കെ തുള്ളിയതിന് ശേഷം അന്നദാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം സമയം വൈകി പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാവാച്ചിയും വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇനി താലെടുക്കാൻ പോകണം കേസ്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല രീതിയിലുള്ള വെയിലാണ്. ഭയങ്കര വെയിൽ. വിധത്തിൽ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം കഴുകി വെച്ച പാത്രം ഒക്കെ എടുത്ത് നേരത്തെ ഇനി വൈകുന്നേരം താലം പോകണം. റെസ്റ്റ് എടുക്കും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ താലെടുക്കാൻ വേണ്ടിയിട്ട് താലം പോകുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം വാവാച്ചിനെ കൊണ്ട് താലെടുപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഇതിലും ചെറുതായിരുന്നല്ലോ. അപ്പോൾ ഈ കൊല്ലം എന്തായാലും എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. വാവാച്ചി ആണെങ്കിൽ അവളുടെ കൂട്ടുകാരത്തിനായിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വാവാച്ചി പെണ്ണ് താലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ നിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നേരം അങ്ങനെ തന്നെ നിന്നോളുന്നു. പക്ഷേ എവിടെ ഗൈസ്, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മാറി മാറി പിടിച്ചു. അങ്ങനത്തെ നമ്മുടെ അമ്പലമൊക്കെ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. സെറ്റ് മുണ്ടും ബ്ലൗസും ആയിരുന്നു. എൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വാവാച്ചിയുടെ അച്ഛനും ചാച്ചനും ഒക്കെ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. അവരിനി നേരം വെളുക്കുമ്പോഴേ എത്തുള്ളൂ. ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഞാൻ തന്നെയാണല്ലോ വീഡിയോസൊക്കെ ഓടി നടന്ന് എടുക്കണത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.